ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എപ്സിലോൺ ലേണിംഗ്. CBSE 9th സ്റ്റാൻഡേർഡിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പോളിനോമിയൽസ്, അതിൻ്റെ ടൈപ്സ്, ഡിഗ്രി എന്നിവ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, നമ്മളുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതുമായി റിലേറ്റ് ചെയ്ത് പോളിനോമിയൽസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലീനിയർ പോളിനോമിയൽസ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ലീനിയർ പോളിനോമിയൽസ്? പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 1 ആർ കോൾഡ് ലീനിയർ പോളിനോമിയൽസ്, അല്ലേ? ഡിഗ്രി 1 ഉള്ള പോളിനോമിയൽസിനാണ് ലീനിയർ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ലീനിയർ ഇക്വേഷൻ? വെൻ വി ഇക്വേറ്റ് എ ലീനിയർ പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ടു എ കോൺസ്റ്റൻറ്റ്, വി ഗെറ്റ് എന്ത് കിട്ടും? ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടും, അല്ല? ഒരു പോളിനോമിയലിനെ ഇക്വേറ്റ് ചെയ്യുക, ഒരു കോൺസ്റ്റൻറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് ഒരു പോളിനോമിയൽസ് ഈക്വൽ ടു സംതിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അതിന് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 64. വൺ ഓഫ് ദ നമ്പേഴ്സ് ഈസ് 10 മോർ ദാൻ ദി അതർ. വാട്ട് ആർ ദി ടു നമ്പേഴ്സ്? ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ടു നമ്പർ, രണ്ട് നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് 64 ആണ്. ഒരു നമ്പർ, വൺ ഓഫ് ദ നമ്പർ ഈസ് 10 മോർ ദാൻ ദി അതർ, ഒരു നമ്പറിനേക്കാളും 10 കൂടുതലാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എടുക്കാം? സ്മോളർ നമ്പറിനെ നമ്മൾ എന്തെന്നെടുത്തു? സ്മോളർ നമ്പറിനെ എക്സ് എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പർ നമുക്ക് എന്തെടുക്കാം? ലാർജർ നമ്പർ ഈക്വൽ ടു എക്സ് പ്ലസ് എന്താണ്? എക്സ് പ്ലസ് 10, അല്ലേ? 10 കൂടുതലാണ്, അതിനേക്കാൾ 10 കൂടുതലാണ്. ഓക്കെ, സം എന്ന് പറയുന്നത്, സം ഓഫ് ദീസ് ടു, സം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10 ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്? 64 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x പ്ലസ് 10 ഈക്വൽ ടു 64. ദെൻ 2x ഈക്വൽ ടു 64. ഈ 10 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -10. അപ്പോൾ 2x ഈക്വൽ ടു 64 minus 10 is equal to 54. Then x equal to 54 by 2 equal to x equal to എന്ത് കിട്ടും? 27. ഓക്കെ, x 27 ആണെങ്കിൽ, സ്മോളർ നമ്പർ ആണല്ലോ x ഈക്വൽ ടു 27. x 27 ആണെങ്കിൽ ലാർജർ നമ്പർ എത്രയായിരിക്കും? x പ്ലസ് 10 ആണ്, അതിൽ കൂടെ 10 ആഡ് ചെയ്യുക. അപ്പോൾ 27 പ്ലസ് 10 is equal to 37. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 27 and 37. Okay, then exercise set 2.2 first question. Find the value of linear polynomial 5x minus 3 if x equal to 0, x equal to -1, x equal to 2. ഓക്കെ, പോളിനോമിയൽ എന്ന് പറയുന്നത് 5x minus 3 ആണ്. അതിൻ്റെ വാല്യൂ കാണണം. എപ്പോൾ? എക്സ് 0 ആകുന്ന കേസ്, എക്സ് -1 ആകുന്ന കേസ്, എക്സ് 2 ആകുന്ന കേസ്. ഓക്കെ, അപ്പോൾ എക്സ് 0 ആകുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്, നമ്മൾ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x minus 3. എക്സ് 0 മീൻസ് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എന്തെടുക്കുക? 0 എടുക്കുക. അപ്പോൾ 5 × 0 - 3. അപ്പോൾ എന്താണ്? 0 - 3 ഈക്വൽ ടു -3. ഓക്കെ, ദെൻ അടുത്തത് എക്സ് -1 ആണെന്ന് പറയുമ്പോൾ പി ഓഫ് -1 കാണാം. പി ഓഫ് -1 എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? -1 കൊടുക്കണം. അപ്പോൾ 5 × -1 - 3, അതായത് -5 - 3 ഈക്വൽ ടു -8. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എന്ത് കാണണം? പി ഓഫ് 2 കാണണം. പി ഓഫ് 2 ഈക്വൽ ടു 5 × എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കുന്നു. 5 × 2 - 3 is equal to 10 - 3 is equal to 7. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് ദ ലീനിയർ പോളിനോമിയൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ വാല്യൂ തന്നിട്ടുള്ളത് അത് വാരിയബിളിൻ്റെ പ്ലേസിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് 7s² - 4s + 6. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ തന്നിട്ടുള്ളത് പി ഓഫ് എക്സ്, ഇവിടെ പി ഓഫ് എസ് ആണല്ലോ വേരിയബിൾ. പി ഓഫ് എസ് ഈക്വൽ ടു 7s² - 4s + 6 ആണ്. ഓക്കെ, ഓരോ കേസും കാണണം, അല്ലേ? ഓരോ കേസും നമുക്ക് കാണാം. എസ് ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു -3 ആൻഡ് എസ് ഈക്വൽ ടു 4. ഓക്കെ, നമുക്ക് നോക്കാം. എസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ പി ഓഫ് 0 ഈക്വൽ ടു 7 × 0² - 4 × 0 + 6 ഈക്വൽ ടു 0 - 0 + 6 ഈക്വൽ ടു ആൻസർ എന്താണ്? 6. ഓക്കെ, നെക്സ്റ്റ് എസ് ഈക്വൽ ടു -3 വരുമ്പോൾ പി ഓഫ് -3 ഈക്വൽ ടു
7 into minus 3 square minus 4 into minus 3 plus 6 equal. Then minus 3 square എന്താണ് 9 ആണ്. അപ്പോൾ 7 into 9 പ്ലസ് മൈനസും പ്ലസ് ആവും. പ്ലസ് 12 പ്ലസ് 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 81. ദെൻ എസ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ പി ഓഫ് 4 ഈക്വൽ ടു 7 into 4 square minus 4 into 4 plus 6. 7 into 4 square 7 into 16 minus 16 plus 6 is equal to 102. ഓക്കെ, അപ്പോൾ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വാരിയബിളിൻ്റെ പ്ലേസിൽ എന്താണോ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എപ്പോൾ ഓരോ കേസും തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. The present age of Salil's mother is 3 times Salil's present age. After 5 years, their ages will add up to 70 years. Find their present age. Okay. അപ്പോൾ സലീലിൻ്റെയും മദറിൻ്റെയും ഏജ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ സലീൽ മദർ. ഓക്കെ, പ്രസൻറ്റ് ഏജ് ആണ്. ഫൈൻഡ് ദെയർ പ്രസൻറ്റ് ഏജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പ്രസൻറ്റ് ഏജ് ആൻഡ് ആഫ്റ്റർ 5 years. ഇത്രയും ഡീറ്റെയിൽസ് ആണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സലീലിൻ്റെ പ്രസൻറ്റ് ഏജ് ഓഫ് സലീൽസ് മദർ ഈസ് 3 times സലീൽസ് പ്രസൻറ്റ് ഏജ്. സലീലിൻ്റെ ഏജിനേക്കാൾ 3 times ആണ് ആരുടെ ഏജ്? മദറിൻ്റെ ഏജ്. അപ്പോൾ സലീലിൻ്റെ ഏജ് നമ്മൾ എന്തെടുക്കുന്നു? എക്സ് എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മദറിൻ്റെ ഏജ് എന്തായിരിക്കും? 3x ആയിരിക്കും. ഓക്കെ, ആഫ്റ്റർ 5 years എന്ന് പറയുമ്പോൾ എന്താണ്? സലീലിൻ്റെ ഏജ് എന്താവും? എക്സ് എന്ന് പറയുന്നത് x + 5 ആവും. ഓക്കെ, 3x എന്ന് പറയുന്നത് എന്തായിരിക്കും? 3x + 5. ആഫ്റ്റർ 5 years എന്ന് പറയുന്നത് എന്താ ചെയ്യുക? 5 ആഡ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ആഫ്റ്റർ 5 years ദ ഏജസ് വിൽ ആഡ് അപ്പ് ടു 70 years. ഇവരുടെ ഏജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 70 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആഫ്റ്റർ 5 years അവരുടെ രണ്ടുപേരുടെ ഏജ് എന്ന് പറയുന്നത് x + 5ഉം 3x + 5ഉം ആണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത്? 70 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x + 5 + 3x + 5 = 17. ഓക്കെ, എക്സുകൾ നോക്കാം. എക്സ് ഉണ്ട് 3x. x + 3x 4x. 4x + 10 = 5ഉം 5ഉം ആഡ് ചെയ്താൽ 10 = 70. 4x = 70 +10 ഇങ്ങോട്ട് പോയാൽ എന്താവും? -10. 4x = 60. x = 60/4. 60/4 എത്രയാണ്? x = 15. x = 15. അതായത് എക്സ് എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ആരുടെ ഏജാണ്? സലീൽസ് ഏജ് ആണ് അല്ലേ? അപ്പോൾ സലീലിൻ്റെ ഏജ് നമുക്ക് എന്ത് കിട്ടി? 15 years എന്ന് കിട്ടി അല്ലേ? സലീലിൻ്റെ ഏജ് ഓഫ് സലീൽ എന്ന് പറയുന്നത് 15 കിട്ടി. അപ്പോൾ മദറിൻ്റെ ഏജ് എന്തായിരിക്കും? മദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 3x ആണ് അല്ലേ? 3 × x, അതായത് 3 × x എന്ന് പറയുന്നത് 15 ആണ്. 15 × 3 = എന്താണ്? 45 years. പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് സലീലിൻ്റെ ഏജ് 15ഉം മദറിൻ്റെ ഏജ് 45 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The difference between two positive integers is 63. The ratio of two integers is 2:5. Find the two integers. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് 63 ആണ്. അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻറ്റീജേഴ്സ് നമ്മൾ എങ്ങനെ എടുക്കണം? ഇൻറ്റീജേഴ്സ് = 2x എന്തെടുക്കണം? 2x ആൻഡ് 5x. ഇനി തന്നിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോസിറ്റീവ് ഇൻറ്റീജർ. ഈ രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 63 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ 5x - 2x = 63. ഓക്കെ, 5x - 2x എന്താണ്? 3x. 3x = 63. x = 63/3. 63/3 എത്രയാണ്? 3. 2 × 1. അപ്പോൾ x = എന്ത് കിട്ടി? x = 21. അപ്പോൾ ഒരു ഇൻറ്റീജർ അല്ല, x = 21. ദെൻ ഇൻറ്റീജേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് 2x ഉം
5x ആണ്. അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് 2x 5x ആയതുകൊണ്ട് എക്സിൻ്റെ പ്ലേസിൽ 21 ഇട്ട് കൊടുക്കുക. 2 × 21 ആൻഡ് 5 × 21. 2 × 21 എന്ന് പറയുന്നത് 42. ദെൻ 5 × 21 എന്ന് പറയുന്നത് 105. ഓക്കെ, അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് 42ഉം 105ഉം ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5th question. Ruby has 3 times as many 2 rupees coin as she has 5 rupee coin. If she has total 88 rupee, how many coins does she have of each type? റൂബിയുടെ കയ്യിൽ 5 റുപ്പി കോയിൻസ് ഉണ്ട്, 2 റുപ്പി കോയിൻസ് ഉണ്ട്. 5 റുപ്പി കോയിൻസിൻ്റെ എണ്ണത്തിനേക്കാൾ 3 ടൈംസ് ആണ് 2 റുപ്പി കോയിൻസ് എണ്ണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോന്നും 5 റുപ്പി കോയിൻസ് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ 2 റുപ്പി കോയിൻസ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എടുക്കുന്നു നമ്പർ ഓഫ് 5 റുപ്പി കോയിന് എക്സ് എന്ന് എടുക്കുന്നു. റുപ്പി കോയിൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ നമ്പർ ഓഫ് 2 റുപ്പി കോയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ 3 ടൈംസ് ആണ്, അതല്ലേ, 3x ആണ്. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ 88 റുപ്പീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 റുപ്പി കോയിൻ എന്ന് പറയുന്നത് 5 റുപ്പി എന്ന് പറയുന്നത് എക്സും 2 റുപ്പി എന്ന് പറയുന്നത് 3x ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ചെയ്തു? ടോട്ടൽ 88 റുപ്പീസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ ചെയ്തും? 5 × x മൾട്ടിപ്ലൈ ചെയ്യാം. 5x പ്ലസ് 2 × 3x 2 × 3x ഈക്വൽ ടു ടോട്ടൽ 88 റുപ്പീസ്. ഓക്കെ, ദെൻ 5x പ്ലസ് 6x ഈക്വൽ ടു 88 is equal to 11x equal to 88. Then x equal to 88 by 11 equal to 8. x എന്ന് പറയുന്നത് നമ്മൾ എടുത്തുള്ള നമ്പർ ഓഫ് 5 റുപ്പി കോയിനാണ്. 5 റുപ്പി കോയിൻസ് എത്ര എണ്ണം ഉണ്ട്? എക്സ്, അതായത് 8 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 റുപ്പി കോയിൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് 5 റുപ്പി കോയിൻ എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ നമുക്ക് എന്ത് കാണാം? നമ്പർ ഓഫ് 2 റുപ്പി കോയിൻ എന്ന് പറയുന്നത് എന്താണ്? 3x അല്ലേ? 3 × 8 ആണ്. 3 × 8 3 × 8 is equal to 24. അപ്പോൾ 5 റുപ്പി കോയിൻ 8 5 റുപ്പി കോയിൻസ് ഉണ്ട്. 2 റുപ്പി കോയിൻസിൻ്റെ 24 എണ്ണം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6th question. A farmer cuts a 300 feet fence into 2 pieces of different sizes. The longer piece is 4 times as long as shorter piece. How long are the 2 pieces? 300 feet ഫെൻസിനെ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ലോങ്ങർ പീസ് എന്ന് പറയുന്നത് 4 ടൈംസ് ആസ് ഷോർട്ടർ പീസാണ്. അപ്പോൾ ഷോർട്ടർ പീസിനെ നമ്മൾ എന്തെന്ന് എടുക്കുന്നു? എക്സ് എന്ന് എടുക്കുന്നു. ഷോർട്ടർ പീസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ലോങ്ങർ പീസിന് നമുക്ക് എന്തെടുക്കാം? 4 ടൈംസ് ആണല്ലോ. ലോങ്ങർ പീസ് ഈക്വൽ ടു എന്ത് കിട്ടി? 4x കിട്ടി. ഓക്കെ, ടോട്ടൽ ഫീറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫീറ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഫീറ്റ് എന്ന് പറയുന്നത് 300 ഫീറ്റ് ആണ്. 300 ഫീറ്റ്. ഇത് എക്സ് ഫീറ്റ്, ഇത് 4x ഫീറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 4x ഈക്വൽ ടു 300. ദെൻ എക്സ് പ്ലസ് 4x ഈക്വൽ ടു എന്ന് പറയുന്നത് 5x ഈക്വൽ ടു 300. എക്സ് ഈക്വൽ ടു 300 ബൈ 5 ഈക്വൽ ടു 300 ബൈ 5 ഈക്വൽ ടു 60. അപ്പോൾ എക്സ് ഈക്വൽ ടു 60 കിട്ടി. അതായത് ഷോർട്ടർ പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 60 ഫീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ലോങ്ങർ പീസ് എന്തായിരിക്കും? ലോങ്ങർ പീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്? 4 ടൈംസ് അല്ലേ. 4 × 60 ഈക്വൽ ടു 240 ഫീറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7th question. If the length of rectangle is 3 more than twice its width and its perimeter is 24 centimeter, what are the dimension of rectangle? ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന് ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 3 more than ട്വൈസ് ഇറ്റ്സ് വിത്ത്. അപ്പോൾ വിത്താണ് നമ്മൾ എന്തെടുക്കേണ്ടത്? വിത്ത് ഈക്വൽ ടു എക്സ് എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 3 more than ട്വൈസ് ഇറ്റ്സ് വിത്ത്. ട്വൈസ് ഇറ്റ്സ് വിത്ത് എന്ന് പറയുന്നത് 2x. അതിനേക്കാൾ 3 more than എന്ന് പറയുമ്പോൾ
2x പ്ലസ് 3 ആയിരിക്കും അല്ലേ. 2x പ്ലസ് എക്സ് ലെങ്ത് എന്ന് പറയുന്നത് 2x പ്ലസ് 3. ദെൻ പെരിമീറ്റർ എത്രയും തന്നിട്ടുണ്ട്, 24 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ. ഓക്കെ, അത് എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് 24 ആണ്. ദെൻ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2 ഇൻറ്റു എല്ലിൻ്റെ പ്ലേസിൽ ലെങ്ത് എന്ന് പറയുന്നത് 2x പ്ലസ് 3 ആണ്. 2x പ്ലസ് 3 ഈക്വൽ ടു 24. ദെൻ 2 ഇൻറ്റു 2x പ്ലസ് എക്സ് 3x പ്ലസ് 3 ഈക്വൽ ടു 24. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 3x ഈക്വൽ ടു 6x പ്ലസ് 6 ഈക്വൽ ടു 24. ദെൻ 6x ഈക്വൽ ടു 24 പ്ലസ് 6 അങ്ങോട്ട് പോകുമ്പോൾ -6. ദെൻ 6x ഈക്വൽ ടു 18. x ഈക്വൽ ടു 18/6 ഈക്വൽ ടു എന്താണ്, 3 ആണ്. ഓക്കെ, അപ്പോൾ വിഡ്ത്താണ് നമ്മൾ x എന്ന് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് ഈക്വൽ ടു 3. ദെൻ ലെങ്ത് എന്താ നമ്മൾ എടുത്തിട്ടുള്ളത്, 2x പ്ലസ് 3 ആണ്. 2x പ്ലസ് 3 അതായത് 2 ഇൻറ്റു 3 പ്ലസ് 3 അതായത് 2 ഇൻറ്റു 3 6 പ്ലസ് 3 ഈക്വൽ ടു 9. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 9 ആയിരിക്കും, വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.